ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ? ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ ഉണർവിൻ്റെ ഏത് പാതയിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി എന്താണ്? നിങ്ങൾ നേരിടുന്ന ഇപ്പോഴത്തെ ഒരു വെല്ലുവിളി എന്താണ്? അതിന് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ഒരു അഡ്വൈസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഉണർവിൻ്റെ ഇപ്പോൾ ഏത് പാതയിലാണ് നിൽക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ഒരു വെല്ലുവിളി എന്താണ്? യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഗൈഡൻസ് എന്താണ്? നിങ്ങളിപ്പോൾ ഉണർവിൻ്റെ ഏത് പാതയിലാണ് എന്ന് നമുക്ക് ചോദിച്ചപ്പോൾ 2 of Cups എന്ന് പറയുന്ന ഒരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അതൊരു സ്പിരിച്വൽ അവേക്കണിങ് കൂടിയാകുമ്പോൾ ഈശ്വരിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന, ഈശ്വരനുമായി സ്നേഹം പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുള്ളത് എന്നാണ് കാണുന്നത്. മനസ്സിലുള്ള സ്നേഹം ഈശ്വരിലേക്ക് സമർപ്പിക്കുന്ന ഒരു എനർജി ഇപ്പോൾ നിങ്ങളിൽ ഉണ്ട് എന്നാണ് കാണുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്താണ്? നിങ്ങൾ പ്രധാനമായി നേരിടുന്ന ഇപ്പോഴത്തെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, നിങ്ങൾ നിൽക്കുന്നത് ഭയങ്കര നഷ്ടബോധത്തിലാണ്. എന്നോട് ആർക്കും സ്നേഹമില്ല, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നവർ എനിക്ക് സ്നേഹം തിരിച്ചു കിട്ടുന്നില്ല എന്നൊരു കണ്ടീഷണൽ ലവിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ആ ഒരു ബ്ലോക്ക് നിങ്ങൾക്ക് ഇപ്പോഴുണ്ട്. നിങ്ങൾ നേരിടുന്ന വെല്ലുവിളിയും അതുതന്നെയാണ്. പക്ഷേ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഈശ്വരിലേക്ക് നിങ്ങൾ അടുക്കാൻ ശ്രമിക്കുന്ന, അതായത് ആ ഉള്ളിലുള്ള സ്നേഹം ഈശ്വരനുമായി പങ്കുവയ്ക്കാൻ പോകുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുള്ളത്. പക്ഷേ നിങ്ങൾ കാണേണ്ടത് പുറമേയുള്ള ഒരു കണ്ടീഷനായിട്ടുള്ള ലവിലല്ല നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നാണ് കാണുന്നത്. നിങ്ങളെ ഇപ്പോൾ തടഞ്ഞു നിർത്തുന്നത്, നിങ്ങൾ കാണുന്ന സ്നേഹം എന്ന് പറയുന്നത് മറ്റുള്ളവരിലാണ്. അത് എന്ന് പറയുന്നത് കണ്ടീഷണൽ ലവ് ആണെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ട സമയമാണ് ഇതെന്നാണ് പറയുന്നത്. യൂണിവേഴ്സിന്റെ നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ സാഹചര്യത്തെ മെരുക്കുവാൻ, സിറ്റുവേഷനെ കൈകാര്യം ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു പാതയിലാണ്. തിരിച്ചറിയൂ, നിങ്ങളുടെ ഉള്ളിലെ ശക്തി തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകൂ എന്നാണ്.